മനുഷ്യനായി വെളിപ്പെട്ട ദൈവപുത്രൻ. നമ്മെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ. ചൂടുള്ള സമയത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് നടന്നു, ക്ഷീണിച്ചു, വിശന്നു, ദാഹിച്ചു. ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ മേടിക്കാൻ പട്ടണത്തിൽ പോയി. ഒരു സ്ത്രീ വന്നു, സമരിയക്കാരി. അവളോട് വെള്ളം ചോദിച്ചു. പക്ഷെ വെള്ളവും കുടിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല, വിശ്രമിച്ചുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. വികലമായി പോയ മനുഷ്യൻ, വികലമായി പോയ സംസ്കാരങ്ങൾ, കുടുംബങ്ങൾ, ഒരു മനുഷ്യനും ഒരു ശാസ്ത്രത്തിനും ശരിയാക്കാൻ കഴിയാതെ വണ്ണം കുഴഞ്ഞു മറിഞ്ഞു പോയത് പുത്രന്റെ വചനം തൊട്ടു ഓർഡറായി. വെള്ളത്തെ വീഞ്ഞാക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. പക്ഷേ യേശു പറയുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്ന പോലെ പുത്രത്വത്തിന്റെ വചനം കുടുംബങ്ങളെ പണിയും, വ്യക്തികളെ തല തിരിഞ്ഞു നിൽക്കുന്ന ആളെ നേരെയാക്കും, സംസ്കാരങ്ങളെ മാറ്റും.